ഹായ് ഹലോ നമസ്കാരം. മിന്നൂസ് ഫ്രഷ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ഇരിങ്ങാലക്കുട കാരളം എന്ന സ്ഥലത്താണ്. മിന്നൂസ് ഫ്രഷിൻ്റെ ഒരു കിഡിലൻ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്കാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. സോ നമുക്കിന്ന് ഇവിടെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട്, അതിലേക്ക് പോവാം. ഹായ്, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മിന്നൂസ് ഫ്രഷിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഫ്രാൻസി ജോഷി മാമാണ്. മാം, വെൽക്കം ടു ദ ഷോ. ഓക്കെ മാം, അപ്പം നമ്മൾ നേരത്തെ കുറച്ച് പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇതിൻ്റെ ഈ ഒരു റോ മെറ്റീരിയൽസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കളക്ട് ചെയ്യുന്നത്? നമ്മൾ ഇവിടെ ലോക്കൽ കർഷകരുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ പ്രൊഡക്റ്റുകൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യണത്. ബാക്കി നമുക്ക് ഇവിടെ കിട്ടാത്ത ഐറ്റങ്ങൾ മാത്രമാണ് നമ്മൾ മാർക്കറ്റിൽ നിന്ന് എടുക്കുന്നുള്ളൂ. ഇവിടെ കർഷകരിൽ നിന്ന് നമ്മൾ മാർക്കറ്റിൽ അവർക്ക് കിട്ടുന്ന റേറ്റിനേക്കാൾ കൂടുതൽ റേറ്റ് കൊടുത്താണ് നമ്മൾ കർഷകരുടെ കയ്യിൽ നിന്ന് നമ്മൾ പ്രൊഡക്റ്റുകൾ എടുക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പ്രോഡക്റ്റ് ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാക്കിങ് കാര്യങ്ങളൊക്കെ എത്തണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പുറയിൽ കുറേ സ്റ്റാഫുകളൊക്കെ കാണും. ശരിക്കും എത്ര സ്റ്റാഫുകളുണ്ട്? നമുക്ക് പെർമനൻറ്റ് സ്റ്റാഫ് 4 പേരാണ്. ബാക്കി നമുക്ക് വർക്കിന് നമുക്ക് കൂടുതൽ സ്റ്റാഫിന് ആവശ്യമുണ്ട്. ഞങ്ങൾക്കിവിടെ സ്ത്രീകൾ നമുക്ക് ഞങ്ങളുടെ സ്റ്റാഫുകളായിട്ട് തന്നെയുണ്ട്. അപ്പോൾ അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ ഇത്രയും ഐറ്റങ്ങൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യണത്. അപ്പോൾ നമുക്ക് മിന്നൂസ് ഫ്രഷിന് ഏകദേശം ഒരു 70+ പ്രോഡക്റ്റ് മാർക്കറ്റിലുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും കൂടുതലും ആളുകൾ തിരയുന്ന പ്രോഡക്റ്റ് ഏതൊക്കെയാണ്? ജാക്ക് ഫ്രൂട്ടിൻ്റെ പുട്ടുപൊടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ബേബി ഫുഡായ കണ്ണങ്കായ പൗഡർ, അത് രണ്ടും ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ഐറ്റങ്ങളാണ്. പിന്നെ ബേബീസിൻ്റെ തന്നെ ഉപയോഗിക്കുന്ന സ്പ്രൗട്ടഡ് റാഗി പൗഡർ, അത് ബേബീസിന് മാത്രമല്ല വലിയവർക്കും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അതിനും സെയിൽ കൂടുതലാണ് നമുക്ക്. പിന്നെ സ്പ്രൗട്ടഡ് വീറ്റിൻ്റെ ഐറ്റംസുകൾ, പിന്നെ എന്താ പറയുക, ജാക്ക് ഫ്രൂട്ടിൻ്റെ തന്നെ വേറെ പുട്ടുപൊടികൾ നമുക്കുണ്ട്. ബനാനയുടെ പുട്ടുപൊടികളുണ്ട്. പിന്നെ അതുപോലെ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു കോക്കനട്ട് ഓയിൽ എന്തോ സംതിങ് സ്പെഷ്യൽ ആയിട്ടുള്ളതാണ്. എന്താണ് ശരിക്കും ഇതിന് നമുക്ക് 1 മാസമാണ് നമ്മുടെ കോക്കനട്ട് ഓയിലിന് ലൈഫ് നമ്മൾ കൊടുക്കുന്നത്. ഇതിൽ നമ്മൾ സൾഫറൊന്നും ചേർക്കാതെ ഞങ്ങൾ കർഷകരിൽ നിന്ന് നേരിട്ട് തേങ്ങ സംഭരിച്ച് ഞങ്ങളുടെ മെഷീനിൽ ഡ്രൈ ചെയ്ത് നമ്മളിവിടെ തന്നെ വെളിച്ചെണ്ണയാക്കി എടുക്കുന്നതാണ്. ഇതിൽ ലൈഫ് വളരെ കുറവാണ്. ഇതിൽ പ്യുവർ കോക്കനട്ട് ഓയിലാണ് നമ്മളിതിൽ പുതിയ ഐറ്റങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ബേബീസിന് വേണ്ടിയിട്ടുള്ള ഓയിലുകളാണ് നമ്മൾ സെറ്റാക്കി വരുന്നത്. അടുത്ത മാസം നമ്മളത് മാർക്കറ്റിലേക്ക് എത്തിക്കും. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ഇവിടെ വന്നപ്പോൾ തന്നെ അറിയാൻ കഴിഞ്ഞു, ഇവിടുത്തെ എന്താ പറയുക, ചക്ക വരട്ടി നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് എന്നുള്ളത്. അപ്പോൾ ശരിക്കും അത് സംസാരിച്ചപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ബേസിക്കലി ആവശ്യമായിട്ടുള്ള നെയ്യ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ അല്ലേ? അതെങ്ങനെയാണ് അത് സംഭവം? അത് നമുക്ക് കൃഷിയുണ്ട്. കൃഷിയുടെ ഒപ്പമാണ് നമ്മളെ ഇതിലേക്കുള്ള റോ മെറ്റീരിയൽസ് കർഷകരിൽ നിന്നും ഞങ്ങളുടെ കൂടെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഞങ്ങളിവിടെ പ്രോഡക്റ്റുകൾ റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മളെ കമ്പനിയിൽ നിന്നുള്ള ബാക്കിയുള്ള വേസ്റ്റാണ് ഞങ്ങൾക്ക് പശുവിന് കൊടുക്കുന്നത്. അവരുടെ പാലും നെയ്യ് നമ്മളിവിടെ ചക്കവരട്ടിക്കാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ചക്കവരട്ടിക്ക് പക്ഷേ ലൈഫ് വളരെ കുറവാണ്. നമുക്ക് ഒരാഴ്ച ലൈഫ് ഞങ്ങളുടെ ചക്കവരട്ടിക്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഷോപ്പുകളിൽ അവൈലബിൾ അല്ല, നമ്മൾ നേരിട്ടാണ് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നത്. മാം, ഞാൻ ആക്ച്വലി ഇവിടെ വന്ന സമയത്ത് കുറേ പ്രോഡക്റ്റ്സ് കണ്ടെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ച ഈ ഒരു പ്രോഡക്റ്റാണ്, അതായത് മുളപ്പിച്ച ഉലുവ പുട്ടുപൊടി. ശരിക്കും എന്താണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സ്പെഷ്യാലിറ്റി? ഇത് നമ്മൾ ഷുഗർ രോഗികൾക്കായിട്ട് സ്പെഷ്യലായിട്ട് നമ്മൾ ഇപ്പോൾ പുതിയത് നമ്മൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്ന പ്രൊഡക്റ്റാണ്. ഉലുവ മുളപ്പിച്ച് അവർക്ക് ഉള്ള പുട്ടുമായിട്ട് ഷുഗർ കുറയാൻ വേണ്ടിയിട്ട് ഉലുവ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഐറ്റമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉലുവ പുട്ടുപൊടി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പ്രോഡക്റ്റാണ്. അതെ. ഓക്കെ മാം, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടൈം സ്പെൻഡ് ചെയ്തതിൽ. സോ അപ്പോൾ നമുക്ക് ഇന്ന് നമ്മുടെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഒരു സെഗ്മെൻറ്റുമായി വീണ്ടും കാണാം. ബൈ.